ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഹോം മെയ്ഡായിട്ട് നമ്മൾക്ക് എങ്ങനെ നല്ല കുൽഫി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുൽഫി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഐസ് ചെയ്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണല്ലോ ഇത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ നല്ല ഒരു ഐസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുൽഫി ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടാണ് വേണ്ടത്. പാഷൻ ഫ്രൂട്ട് ഇത് ഒരു വയലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മധുരമായിരിക്കും, പുളി ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞ കളറാവുന്ന പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിനെ അപേക്ഷിച്ച് ഇതിന് നല്ല മധുരമായിട്ടുണ്ടാവും. അതിന് ഏകദേശമൊക്കെ ഒരു പുളിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാഷൻ ഫ്രൂട്ട് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പില്ലേ അത് മാത്രം നമ്മൾ എടുക്കുക. അതിൻ്റെ മുകളിലൊരു വൈറ്റ് കോട്ട് ഉണ്ടാവുമല്ലോ, അത് വേണ്ട കേട്ടോ. അതിൻ്റെ ആ കുരുവും അതിൻ്റെ ആ ചാറും മാത്രം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്യുക. ഒക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ള് പാഷൻ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് ഈ കുറച്ച് പാഷൻ ഫ്രൂട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാലൊഴിക്കുക. ഒരു അരക്കപ്പ് പാലോ 3/4 കപ്പ് പാലോ ഒക്കെ ഒഴിക്കുക. അപ്പോൾ അങ്ങനെ പാല് നമുക്ക് എത്ര ഇത് വേണോ കണ്ടൻറ്റ്, അതിനനുസരിച്ച് കണ്ടൻറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ട് ആ പാല് തിളക്കാൻ വേണ്ടി വെക്കുക. അത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു പച്ചവെള്ളത്തിൽ 1/4 ഗ്ലാസ് പച്ചവെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കുക. കോൺഫ്ലവർ കലക്കിയ ശേഷം നല്ലോണം കട്ടയില്ലാതെ അത് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാലൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം പാട കെട്ടാൻ പാടില്ല. സോ പാൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവർ കലക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ കളറിന് വേണ്ടി ലേശം ഫുഡ് കളർ, യെല്ലോ കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ പാലിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാലിലേക്ക് എന്നല്ല, നമ്മൾ ഈ കോൺഫ്ലവർ, കസ്റ്റാർഡ് പൗഡർ ഇതൊക്കെ നമ്മൾ ചൂടുള്ള എന്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴും ലോ ഫ്ലെയിം ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മളിത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുകളാണ്. ആ പൾപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ പാലിലേക്ക്. അപ്പോൾ ഇത് ചൂടുള്ള പാലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്നുണ്ടല്ലോ, അപ്പോൾ മേലേക്ക് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ടീസ്പൂണോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കോരി ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മളത് നല്ലോണം അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് അതൊന്ന് കുറുകി വരണം. ഇതിപ്പോൾ 1/4 പാത്രമില്ലേ, ഇതൊക്കെ നല്ലോണം കുറുകി ഒരു അരപ്പാത്രം ആവുന്നത് വരെ, പാലാകുന്നത് വരെ നമ്മളൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ ഇത് വേവും, ഇതിൻ്റെ പൾപ്പൊക്കെ അതിൽ കിടന്ന് വേവും. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ അത്യാവശ്യം വേറൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലർക്ക് ഇതിൻ്റെ ഇത് ചായ പറ്റാണ്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചതോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിത് തിളപ്പിക്കാൻ വെച്ചിട്ടോ, ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ.
ഇപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷമാണ് നമ്മളിത് ട്രേയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്, കണ്ടോ, ഇത്രയും അത് കുറുകി അത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഐസ് ട്രേയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള ട്രേകളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇനി ഒരു ഗ്ലാസ്സിൽ ടീസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി. ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കുത്തി കൊടുത്താലും മതി സ്റ്റിക്കിന് പകരം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓരോ അറകളിലേക്കും നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ട്രേയുടെ ഓരോ ഹോളിലേക്കും നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഇതിൻ്റെ പൾപ്പുകൾ. അപ്പോൾ ഒരുപാട് ഗ്ലാസ്സിലെടുത്തിട്ട് ഒഴിക്കാണ്ട് ഓരോ ട്രേയിലേക്കും ഓരോന്നേക്കുക. കാരണം ആ കുരുവില്ലേ, അത് നമ്മളൊരു ഗ്ലാസ് നിറയെ എടുക്കുമ്പോൾ ആ കുരു അടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഹോളിലേക്കുള്ളത് മാത്രം ഒരു പ്രാവശ്യം എടുക്കുക, അപ്പോഴേ ആ കുരു കൂടെ അതിൽ കിട്ടുള്ളൂ, എല്ലാ ട്രേയിലും കുരു കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യട്ടോ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഇതിന് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ അത് അവിടെ അനങ്ങാതെ കിടക്കും. ഇനി ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി എന്ന് പറയാൻ കാരണം ഇത് ഉറപ്പില്ല, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗവും മേൾഭാഗം വരെ സോഫ്റ്റായിട്ടാണുള്ളത്. അപ്പോൾ അതും കൂടെ അങ്ങനെ ആയിട്ടുള്ള നമ്മുടെ ഈ കുൽഫി നമുക്ക് കിട്ടാൻ ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.